എല്ലാവർക്കും ജി ഫോർ ഗുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മലയാളിയുടെ ഇഷ്ടവിഭവമായ പൊറോട്ടയെക്കുറിച്ചാണ്. പൊറോട്ട നല്ലതാണോ മോശമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. പൊറോട്ട, ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരുന്നു. നല്ല കുരുമുളക് ചേർത്ത ബീഫും അതിനൊപ്പം നല്ല ചൂട് പൊറോട്ടയും ഏതൊരു മലയാളിയുടെയും സന്തോഷ കാഴ്ചയാണ്. മലയാളിയുടെ മനസ്സിൽ പൊറോട്ട ഒരു ഭക്ഷണം മാത്രമല്ല, അത് ഒരു അനുഭവം തന്നെയാണ്. കേരളത്തിലെ ഓരോ ചായക്കടയിലും ഹോട്ടലിലും ദിവസേന വിൽക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് പൊറോട്ടകൾ അതിന് ഉദാഹരണമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഭക്ഷണത്തോട് നമുക്ക് ആകർഷണവും ഇഷ്ടവും ഉണ്ടാവുന്നത്? അതിന്റെ രുചിയോ സൗന്ദര്യമോ, അതോ അതിന്റെ വിലക്കുറവോ? ഈ വീഡിയോയിലൂടെ നമുക്ക് പൊറോട്ടയുടെ നല്ല വശങ്ങളെയും മോശവശങ്ങളെയും വിശദമായി പരിശോധിക്കാം. പൊറോട്ടയുടെ നല്ല വശങ്ങൾ. 1. വായിൽ വെള്ളം നിറയുന്ന രുചി. പൊറോട്ടയുടെ മുഖ്യ ആകർഷണം അതിന്റെ സ്വാദാണ്. പലതവണ കഴിച്ചിട്ടും വീണ്ടും വീണ്ടും വാങ്ങാൻ തോന്നിക്കുന്ന രീതിയിലാണ് അതിന്റെ രുചിയുള്ളത്. മൈദയോട് കോമ്പിനേഷൻ ലഭിക്കുന്ന നല്ല കറികൾ ഉണ്ടായാൽ അതിന്റെ സ്വാദ് കുറച്ചുകൂടി കൂടും. 2. ഊർജ്ജം നിറഞ്ഞ ഭക്ഷണം. തൊഴിൽ മേഖലയിലെ പലർക്കും ഒരു ദിവസത്തെ കഠിനാധ്വാനത്തിന് മുമ്പ് ഉണർവ് നൽകുന്ന ഭക്ഷണമാണ് പൊറോട്ട. കാൽപ്പനികരായതാകാം, പക്ഷേ ചിലർക്ക് പൊറോട്ട ഇല്ലാത്ത ദിവസം പൂർണ്ണമല്ല എന്നതാണ് വിശ്വാസം. 3. സുലഭയും വിലക്കുറവും. വളരെ ചെറിയ ഒരു ഹോട്ടലിൽ പോലും ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന വിഭവമാണ് പൊറോട്ട. കുറഞ്ഞ വിലയ്ക്ക് വയറ് നിറയ്ക്കാനാകുന്ന ഭക്ഷണമായി പൊറോട്ട തുടരുന്നു. 4. വേഴ്സറ്റിലിറ്റി. പച്ച മാങ്ങ കറി മുതൽ തൈര് കറി വരെ ഏത് കറിയുമായി പൊറോട്ട ചേരും. അതിന്റെ അഡാപ്റ്റബിലിറ്റി വളരെ ശ്രദ്ധേയമാണ്. പൊറോട്ടയുടെ മോശം വശങ്ങൾ. 1. മൈദയുടെ ദോഷം. പൊറോട്ട ഉണ്ടാകുന്നത് റിഫൈൻഡ് ഫ്ലവർ അല്ലെങ്കിൽ മൈദ ഉപയോഗിച്ചാണ്. ഈ മൈദയിൽ ഫൈബർ ഒന്നുമില്ല. അതിനാൽ ദഹന പ്രശ്നങ്ങൾ വരാം. അതോടൊപ്പം ബ്ലഡ് ഷുഗർ അപൂർവമായി വർദ്ധിപ്പിക്കാനും ഇടയുണ്ട്. ഇതൊരു എംപ്റ്റി കാലറി ആണെന്ന് പറയാം. 2. ഉയർന്ന എണ്ണ ഉപയോഗം. പൊറോട്ടയുടെ ഫ്ലേക്കി ടെക്സ്ചർ കിട്ടാനായി വളരെയധികം എണ്ണ ഉപയോഗിക്കപ്പെടുന്നു. പല ഹോട്ടലുകളിലും പലവട്ടം ഉപയോഗിച്ച എണ്ണയും ഉപയോഗിക്കാറുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ ട്രാൻസ് ഫാറ്റ്സ് കൂട്ടിയെടുക്കാനും ഹൃദ്രോഗ സാധ്യത ഉയർത്താനും കാരണമാകും. 3. പോഷകമില്ലായ്മ. പൊറോട്ടയിൽ സാത്വികമായ പോഷകത്വങ്ങൾ കുറവാണ്. പ്രോട്ടീൻ, വിറ്റാമിൻ, മിനറൽസ് ഒന്നും തന്നെ നിലനിൽക്കാതെ അതിൽ വെറും കാർബോഹൈഡ്രേറ്റുകളും കൊഴുപ്പും മാത്രമാണ് ഉള്ളത്. 4. കുടല്, വയറ് പ്രശ്നങ്ങള്. മൈദയും എണ്ണയും ചേർന്നതിനാൽ ദഹനത്തിനും കുടലിന്റെയും ആരോഗ്യത്തിൽ പല പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചിലർക്ക് വയറിളക്കം, ആസിഡിറ്റിയുടെ തോന്നല് തുടങ്ങിയവയുടെ കാരണക്കാരനും പൊറോട്ട ആകാം. ഇതിന് ഒരു പരിഹാരമുണ്ടോ? പൊറോട്ടയെ മുഴുവൻ ഒഴിവാക്കണമെന്നത് വളരെ പ്രായോഗികമല്ല. പക്ഷേ നാം ചിന്തിച്ചാൽ കുറെ പാഠങ്ങൾ പഠിക്കാനാകും. മിതമായ ഉപയോഗം. പൊറോട്ട ദിവസേന കഴിക്കുന്നതിന് പകരം ആഴ്ചയിൽ 1-2 തവണ മാത്രമായി മാറ്റണം. ഗോതമ്പ് പൊറോട്ട എന്ന ഹെൽത്തിയർ ഓൾട്ടർനേറ്റീവ്. മൈദയ്ക്ക് പകരം ആട്ട ഉപയോഗിച്ച് പൊറോട്ട ഉണ്ടാക്കാം. ഇത് ഫൈബറും കുറവ് എണ്ണയും ആയതിനാൽ ആരോഗ്യമുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആകാം. പൊറോട്ടക്കൊപ്പം എന്ത് കഴിക്കണം എന്നറിയാം. പ്രോട്ടീൻ നിറഞ്ഞ കറികൾ, പയററി, കടല, ധാന്യങ്ങൾ ഉൾപ്പെട്ട കറികൾ, മീൻ മുതലായവ പൊറോട്ടയ്ക്ക് കൂടെ ചേർക്കുക. കൃത്യമായ കറികൾ ആരോഗ്യത്തെ നിലനിർത്തും. സ്വയം തയ്യാറാക്കുന്ന ഭക്ഷണം. വീട്ടിൽ സുഖമായി തന്നെ പൊറോട്ട തയ്യാറാക്കാം. കുറച്ച് എണ്ണ ഉപയോഗിച്ച്, നല്ല മാവും ഗുണമേന്മയുള്ള ചേരുവകളും ഉപയോഗിച്ചുള്ള ഹോംമെയ്ഡ് പൊറോട്ട വലിയൊരു മാറ്റമാകാം. പൊറോട്ടയെക്കുറിച്ച് നമുക്ക് രണ്ടായി നോക്കേണ്ടതുണ്ട്. ഒന്നാമത്, അത് നമ്മുടെ സാംസ്കാരികമായി വളർന്ന ഭക്ഷണരീതിയോട് ചേർന്നിരിക്കുന്നു. രണ്ടാമത്, അതിന്റെ ദൈർഘ്യത്തിൽ കാണാവുന്ന ആരോഗ്യചോദ്യങ്ങളും അപകടങ്ങളും നാം അശ്രദ്ധിക്കരുത്. മുൻകാലത്തെ രുചികരമായ ഭക്ഷണരീതികള് ഇനി ആരോഗ്യപരമായി മാറ്റിക്കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാകുന്നു. പൊറോട്ടയെ വെറുക്കേണ്ട, അതിനെ മനസ്സിലാക്കി സംയമനത്തോടെ ഉപയോഗിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ഒരു ലൈക്കും ചാനല് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയൂ. പൊറോട്ടയെക്കുറിച്ച് നിങ്ങളുടെ സംശയങ്ങൾ എന്തെല്ലാമാണ്? പൊറോട്ട കഴിക്കാം, പക്ഷേ ജാഗ്രതയോടെ. നന്ദി.